എങ്ങനെ നമുക്ക് കാറ് നല്ല പ്രോപ്പർ മെത്തേഡിലൂടെ ക്ലീൻ ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്രഷർ വാഷർ യൂസ് ചെയ്താണ് ഈ വണ്ടി കഴുകുന്നത്. അപ്പോൾ പ്രഷർ വാഷർ കൊണ്ട് ഫസ്റ്റ് വെള്ളം ഒഴിക്കുന്നത് നല്ല മണ്ണുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഷാമ്പു യൂസ് ചെയ്ത് നേരെ കഴുകാം. ഞാൻ ഫസ്റ്റ് മണ്ണ് കളയാൻ വേണ്ടി ഫസ്റ്റ് ഫുള്ളൊന്ന് വെള്ളം നനച്ചിടുകയാണ്. ഈ വണ്ടിയുടെ വീലാർസിൻ്റെ അടിയിലൊക്കെ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ വെള്ളം ഒടിച്ച് നമ്മൾ ആ മണ്ണെല്ലാം കളഞ്ഞാൽ വളരെ ഈസിയാണ്. ഇതിനുശേഷം നമുക്ക് ജസ്റ്റ് ഷാമ്പു മിക്സ് ചെയ്ത് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഷാമ്പു ആണ് നമ്മൾ കലക്കാൻ പോകുന്നത്. വളരെ കുറച്ച് അളവിൽ മതി, കാരണം ഈ ഒരു ചെറിയൊരു കാറ് കഴുകാൻ ഇത്രയും ഷാമ്പു ഒക്കെ ധാരാളമാണ്. അപ്പോൾ നമ്മൾ ഷാമ്പു മിക്സ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഇതാകുമ്പോൾ നമുക്ക് സ്ക്രാച്ച് വരുന്നത് വളരെ കുറയും. അപ്പോൾ ഞാൻ നല്ലതുപോലെ ആ ഒരു വണ്ടി ഫുള്ളായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തു. നല്ലതുപോലെ ആ ഒരു ഷാമ്പു മൊത്തത്തിൽ അപ്ലൈ ചെയ്തു. നമ്മൾ ടോപ്പിൽ നിന്ന് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ, ടോപ്പിൽ നിന്ന് താഴത്തേക്ക് ചെയ്യുക, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു വണ്ടി മൊത്തം ഷാമ്പു ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിൽ നിന്ന് തൊട്ട് താഴത്തേക്ക് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ തെറിച്ച് പോകും. ഷാമ്പു ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ സ്ക്രാച്ച് വരുന്നത് കുറയും. അതായത് നല്ല രീതിയിൽ കഴുകി കഴിയുമ്പോൾ നമുക്ക് സ്ക്രാച്ച് വണ്ടിക്ക് വരുന്നത് കുറയും. നമ്മൾ ഡയറക്റ്റ് ഒരു വെള്ളം എടുത്ത് ഒരു തുണിയിൽ മുക്കി തുടക്കുകയാണെങ്കിൽ സ്ക്രാച്ച് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കാർ എപ്പോഴും വാഷ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ ഐഡിയ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ നമ്മൾ മേളിൽ നിന്ന് താഴത്തേക്കുള്ള രീതിയിലാണ് ക്ലീൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മേളിൽ നിന്നും താഴത്തേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരുന്നത്, മേളിൽ നിന്ന് താഴത്തേക്ക് അടിച്ചടിച്ച്. അപ്പോൾ നമ്മളുടെ ഒരു വണ്ടി ഉണ്ടല്ലോ, നല്ല രീതിക്ക് നമ്മൾ ഏകദേശം ആ ഒരു അഴുക്കെല്ലാം കളഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം മൊത്തത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും വണ്ടിയിൽ ചില സ്ഥലങ്ങളിൽ ഈ ഷാമ്പു ഉണ്ടാവും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കോർണേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ നെക്സ്റ്റ് മാറ്റാണ് വാഷ് ചെയ്യുന്നത്. ഈ മാറ്റിൽ നല്ല അഴുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വാഷ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റ് വാഷ് ചെയ്യാൻ വളരെ സുഖമാണ്. ഇതുപോലെ പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല മണ്ണുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കൊട്ടിയാൽ മതി, ഇല്ലെങ്കിൽ വാക്വം ചെയ്തെടുത്താൽ മതി. നല്ല അഴുക്കുള്ളത് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം ഞാൻ എല്ലായിടത്തും വണ്ടിയിൽ വെള്ളം കോരി കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുടച്ചെടുക്കണം. കണ്ടോ, ഈ വെള്ളം അവിടെ നിൽക്കുന്നുണ്ടോ? ഈ വെള്ളം ഇങ്ങനെ വെച്ചിട്ട് പോകരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ വാട്ടർ സ്പോട്ട് വരും. വെള്ളം ഇങ്ങനെ പിടിച്ചാൽ ഒരു പാട് പോലെ നിൽക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു വെള്ളമെല്ലാം നമുക്ക് നല്ല രീതിക്ക് വൈപ്പ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പിഴിഞ്ഞ് തുടച്ചെടുക്കണം, ഇല്ലെങ്കിൽ അതുപോലെ നിൽക്കും, ആ ഒരു പാട് അവിടെ നിൽക്കും. നല്ലതുപോലെ തുടച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ വണ്ടി തുടച്ചെല്ലാം കഴിഞ്ഞു. ഇനിയൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും തുടക്കേണ്ടി വരും. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മിററിൽ നിന്ന് ഇറ്റായിട്ട് വെള്ളം താഴത്തോട്ട് വരുന്നുണ്ടോ, ഇങ്ങനെ എല്ലായിടത്തും വരും. അപ്പോൾ ഇവിടെയും ഇതുപോലെ ഒരു വാട്ടർ മാർക്ക് പോലെ വന്ന് കിടക്കും, സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം വന്ന് വീണ് കഴിഞ്ഞാൽ. അപ്പോൾ അതും നമുക്ക് തുടച്ചെടുക്കേണ്ട കാര്യമുണ്ട്, അതും തുടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി തുടച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഏകദേശം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ ഷെഡിലോട്ട് കയറ്റിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വണ്ടിയുടെ ആ ഒരു തിളക്കം നോക്കി. ഈ കറുത്ത വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, നല്ല ഷൈനിങ് കിട്ടും. നോക്കി, മിറർ ഫിനിഷിംഗ് ആയിട്ടില്ല ഏകദേശം. പോളിഷ് ചെയ്യുന്ന വീഡിയോ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ മെയിൻ ചാനലിൽ പോളിഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടു നോക്കുക.